കാസർഗോഡ് നിന്ന് ആശങ്കാജനകമായ ഒരു വാർത്തയെത്തുകയാണ്. കാസർഗോഡ് കാഞ്ഞിരത്തുംകാലിൽ ലഹരിക്കടിമയായ യുവാക്കളുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനടക്കം 2 പേർക്ക് വെട്ടേറ്റിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. CPO ബേഡകം പോലീസ് സ്റ്റേഷനിലെ CPO സൂരജിനാണ് ഇപ്പോൾ വെട്ടേറ്റിരിക്കുന്നത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തയാണ്. ലഹരിക്കടിമയായ യുവാക്കൾ അവരുടെ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനടക്കം വെട്ടേറ്റിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? മനു, ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. കാസർഗോഡ് കാഞ്ഞിരത്തുംകാലിൽ ലഹരിക്കടിമയായ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ഇതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയവർ. ബിംബുങ്കാൽ സ്വദേശി സതീഷ്, ബേഡകം പോലീസ് സ്റ്റേഷനിലെ CPO സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ആയുധങ്ങളുമായി അയൽവാസിയുടെ വീട്ടിലെത്തി ബഹളം വെക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാട്ടുകാരനായ സതീഷിന് പരിക്കേറ്റത്. ബേഡകം പോലീസ് സ്റ്റേഷനിലെ CPO സൂരജിനും ഈ സമയത്ത് വെട്ടേറ്റു. പതിവായി ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സംഭവം സമാനമായ രീതിയിൽ അയൽവാസിയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ തടിച്ചുകൂടി. ഇതിനിടെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടുകാരനായ സതീഷിന് പരിക്കേറ്റത്. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. ബേഡകം പോലീസ് സ്ഥലത്തെത്തിയ സമയത്ത് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ CPO സൂരജിനും വെട്ടേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സതീഷിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷപ്പെട്ട പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞതിന് പിന്നാലെ ഇവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബേഡകം പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. മനു, ശരി. സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.